എന്തു ഭംഗിയാല്ലേ ജറബറ പ്ലാന്റിൻ്റെ പൂക്കൾ കാണാൻ. എല്ലാവർക്കും ആഗ്രഹമാണ് തങ്ങളുടെ ഗാർഡനിലെ ജറബറ ചെടിയിലൊക്കെ ഇതുപോലെ പൂക്കൾ വരണമെന്ന്. ഇതുപോലെ പൂക്കൾ വരണമെങ്കിൽ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അത് പോട്ടി മിക്സ് തയ്യാറാക്കുമ്പോഴാണ്. അതായത് ചെടി പ്ലാന്റ് ചെയ്യുമ്പോൾ മണ്ണും ചാണകപ്പൊടിയും ചകിരിച്ചോറും നന്നായി മിക്സ് ചെയ്ത് അതിൽ വേണം ജറബറ പ്ലാന്റ് ചെയ്യാൻ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് കല്ലില്ലാത്ത മണ്ണ് തന്നെ എടുക്കണം. കല്ലുള്ള മണ്ണാണെങ്കിൽ പൂക്കൾ വരാൻ പ്രയാസമായിരിക്കും. വേര് വളരെ സോഫ്റ്റ് വേരാണ് ജറബറയുടെ വേര്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ചീഞ്ഞു പോകാനുള്ള, കേടുവരാനുള്ള, ഡാമേജ് വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് കല്ല് ഒഴിവാക്കിയിട്ടുള്ള മണ്ണ് വേണം ഇതിനു വേണ്ടി ഉപയോഗിക്കാൻ. അതുപോലെ തന്നെ എപ്സം സാൾട്ട്, അത് ഇതിൽ ഫംഗസൊക്കെ വരാൻ സാധ്യതയുള്ള ഒരു പ്ലാന്റാണ്. അതുകൊണ്ട് തന്നെ എപ്സം സാൾട്ട് ഇതിൽ പ്ലാന്റ് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ അധികം വെയിലുള്ള സ്ഥലത്തോ അധികം തണൽ ഷെയ്ഡായിട്ടുള്ള സ്ഥലത്തോ ഈ പ്ലാന്റ് വെക്കരുത്. വെള്ളം അതുപോലെ കെട്ടി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകരുത്. അങ്ങനെ നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് പോവുകയാണെങ്കിൽ ജറബറ പ്ലാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള ഫ്ലവർ നമുക്ക് നൽകും. ഈ ഫ്ലവറിൻ്റെ പ്രത്യേകത കുറേ ദിവസം ഇതുപോലെ ഇങ്ങനെ നിൽക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ജറബറ പ്ലാന്റ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എവർഗ്രീൻ ഗാർഡനിലേക്ക് വിളിക്കുക. ഞങ്ങളുടെ കോൺടാക്റ്റ് നമ്പർ 9605159849. ഞങ്ങളുടെ നഴ്സറി പ്രവർത്തിക്കുന്നത് മലപ്പുറം ജില്ലയിലെ പൊന്മളയിലാണ്. എല്ലാത്തരം ചെടികളും ചട്ടികളും ഫലവൃക്ഷ തൈകളും വളങ്ങളും ഏറ്റവും കുറഞ്ഞ വിലയിൽ വിൽപ്പന നടത്തുന്ന സ്ഥാപനമാണ് എവർഗ്രീൻ ഗാർഡൻ.